നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുനായി തെരച്ചിൽ പുനരാരംഭിക്കാൻ നിർദ്ദേശം നൽകി കർണാടക ഹൈക്കോടതി. പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് തെരച്ചിൽ നടത്തിയത് എന്ന സർക്കാർ വാദത്തെ തള്ളിക്കൊണ്ടാണ് തെരച്ചിൽ പുനരാരംഭിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തെരച്ചിൽ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല എന്നും മോശം കാലാവസ്ഥയെ തുടർന്ന് താൽക്കാലികമായി മാത്രമാണ് തെരച്ചിൽ നിർത്തിവച്ചിരിക്കുന്നത് എന്നും കർണാടക സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. കോടതി ഉത്തരവ് വന്നെങ്കിലും തെരച്ചിൽ എപ്പോൾ പുനരാരംഭിക്കുമെന്ന കാര്യത്തിൽ കർണാടക സർക്കാർ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. തൃശൂരിൽ നിന്ന് ഡ്രഞ്ചർ കൊണ്ടുവരുന്നതിൽ കേരളം ഇതുവരെ തീരുമാനം വ്യക്തമാക്കിയിട്ടില്ല എന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ അർജുന്റെ കുടുംബത്തെ അറിയിച്ചു. അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിൻ കളക്ടറേറ്റിലെത്തി വിവരം അന്വേഷിച്ചപ്പോഴാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കേരളത്തിൽ നിന്നുള്ള കൃഷി വകുപ്പ് സംഘം ശിരൂരിലെത്തി പരിശോധിച്ച ശേഷം പുഴയിൽ ഡ്രഞ്ചർ ഇറക്കാൻ സാധിക്കില്ല എന്ന് സർക്കാരിനെ അറിയിച്ചിരുന്നു. ഗംഗാവലി പുഴയിൽ അടിയൊഴുക്കും ജലനിരപ്പും ഉള്ളതിനാലാണ് ഡ്രഞ്ചർ ഇറക്കാനാകില്ല എന്ന് സംഘം പറഞ്ഞിരിക്കുന്നത്. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ഭാര്യയ്ക്ക് വേങ്ങര സർവീസ് സഹകരണ ബാങ്കിൽ ജോലി നൽകിയെന്നുള്ള ആശ്വാസ വാർത്ത വരുകയാണ്. അവരുടെ ആവശ്യപ്രകാരമല്ല ജോലിയെന്നും ഇതൊരു ഉത്തരവാദിത്തമാണ് എന്നുമാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞിരിക്കുന്നത്. അർജുൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ എല്ലാ രീതിയിലും തുടരുമെന്നും മന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്. അർജുന്റെ വീട്ടുകാർ അങ്ങനെ ഒരു ആവശ്യവും പറഞ്ഞിട്ടില്ല. എന്നാൽ ആ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമായിരുന്നു അത്. ആ നിലയിൽ ബാങ്ക് ഭരണസമിതി തന്നെ മുൻകൈ എടുക്കുകയായിരുന്നു. എല്ലാ നിലയിലും ഇക്കാര്യത്തിൽ ഇടപെടുമെന്നും അറിയിച്ചിട്ടുണ്ട് എന്നും മന്ത്രി പറയുകയാണ്. ജോലി സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അർജുന്റെ ജീവിത പങ്കാളി കൃഷ്ണപ്രിയ അറിയിച്ചിരിക്കുകയാണ്. വീടിന്റെ അടുത്തു തന്നെയാണ് ഈ ബാങ്ക്, അതുകൊണ്ട് തന്നെ നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ എന്നാണ് കൃഷ്ണപ്രിയ പറയുന്നത്. എന്തായാലും ഒരു എല്ലാം തകർന്നു നിൽക്കുന്ന ആ വീട്ടിലേക്ക് ഒരു ആശ്വാസം എന്ന നിലയിൽ ഈ ഒരു ജോലി എത്തുകയാണ്. ചെറിയ തോതിലെങ്കിലും ആശ്വാസം. പക്ഷെ അപ്പോഴും ഒരു ജീവൻ, ഒരു പ്രാണൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് കുടുംബത്തിൽ നിന്ന്. ആ പ്രാണന്റെ അവസാനമായി ഒരു നോക്കെങ്കിലും കാണാൻ കഴിയണേ, എന്തെങ്കിലും ഒരു അവശേഷിപ്പെങ്കിലും ലഭിക്കണമേ എന്നൊരു പ്രാർത്ഥനയിലാണ് ആ കുടുംബം ഇപ്പോഴും ഉള്ളത്.